വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റിവല്യൂഷൻ, ലിറ്ററേച്ചർ ഓഫ് ദ ഏജ് ഓഫ് ഡ്രൈഡൻ ആൻഡ് പോപ്പ് എന്നീ ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, ഗ്ലോറിയസ് റിവല്യൂഷൻ എന്നുള്ളത് ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ തന്നെ ഒരു പൈവറ്റൽ ഇവൻ്റ് ആയിരുന്നു. 1688 മുതൽ 89 വരെയുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു ഈ ഒരു ഗ്ലോറിയസ് റിവല്യൂഷൻ എന്നുള്ളത്. ഈ ഒരു ഗ്ലോറിയസ് റിവല്യൂഷൻ്റെ റിസൾട്ടായിട്ട് ഡിപ്പോസിഷൻ ഓഫ് കിങ് ജെയിംസ് സെക്കൻഡ് ആൻഡ് ദ അസെൻഷൻ ഓഫ് ഹിസ് ഡോട്ടർ മേരി സെക്കൻഡ് ആൻഡ് ഹെർ ഹസ്ബൻഡ് വില്യം തേർഡ് റിസൾട്ടായിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു ഈ ഒരു ഗ്ലോറിയസ് റിവല്യൂഷൻ എന്നുള്ളത്. ഈ ഒരു റെവല്യൂഷൻ എന്നുള്ളത് വിച്ച് വാസ് ലാർജ്ലി ബ്ലഡ്ലെസ്സിലായിട്ടുള്ള ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള റിവല്യൂഷൻ ആയിരുന്നു. ഈ ഒരു റിവല്യൂഷൻ എന്നുള്ളത് മാർക്കഡ് എ സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ടുവേർഡ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആൻഡ് എ സ്ട്രെങ്തനിങ് ഓഫ് പാർലമെൻറ്റ്സ് റോൾ ഇൻ ഗവേണൻസ്. അതുപോലെ തന്നെ ഗ്ലോറിയസ് റിവല്യൂഷൻ്റെ കീ ആസ്പെക്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ടെൻഷൻസ്. കിങ് ജെയിംസ് സെക്കൻഡിൻ്റെ കത്തോലിക് ഫെയ്ത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോളിസീസ് എന്നുള്ളത് പെർട്ടിക്കുലർലി എയിം ചെയ്യുന്നുണ്ട് അറ്റ് പ്രൊമോട്ടിങ് കത്തോലിസിസം. അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് റോയൽ പവർ ലെഡ് ടു വൈഡ് സ്പ്രെഡ് ഡിസ്കണ്ടൻറ്റ് അമംഗ് പ്രൊട്ടസ്റ്റൻസ് ആൻഡ് ദ വിഗ് പൊളിറ്റിക്കൽ ഫാക്ഷൻ. അതുപോലെ തന്നെ വില്യം ഓഫ് ഓറഞ്ചിൻ്റെ ഇൻവിറ്റേഷൻ എന്നുള്ളത് ഒപ്പനൻസ് ഓഫ് ജെയിംസ് സെക്കൻഡ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഹിസ് പ്രൊട്ടസ്റ്റൻറ്റ് സൺ ഇൻ ലോ വില്യം ഓഫ് ഓറഞ്ച് ടു ഇൻവൈഡ് ഇംഗ്ലണ്ട് ആൻഡ് ഓവർത്രോ ദ കിങ്. ഇംഗ്ലണ്ടിനെ ഇൻവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൺ ഇൻ ലോനെ ആര് വിളിക്കുന്നുള്ളത്, ജെയിംസ് സെക്കൻഡ് ഇൻവൈറ്റ് ചെയ്യുന്നുള്ളത്. വില്യംസ് ഇൻവേഷൻ ആൻഡ് ജെയിംസ് ഫ്ലൈറ്റ്. വില്യം എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡഡ് ആൻഡ് ആർമി ഇൻ ഇംഗ്ലണ്ടിൽ ആർമി അടക്കം എത്തുന്നുണ്ട്. ആൻഡ് ജെയിംസ് എന്ത് ചെയ്യുന്നുണ്ട്, ലാക്കിംഗ് സപ്പോർട്ട് ഫ്ലഡ് ടു ഫ്രാൻസ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കീൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ വില്യം ആൻഡ് മേരി വാസ് ജോയിൻ്റ്ലി ക്രൗണഡ്. പാർലമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട് ബിൽസ് ഓഫ് റൈറ്റ് വിച്ച് ലിമിറ്റഡ് ദ പവേഴ്സ് ഓഫ് ദ മൊണാർക്കി. ബിൽസ് ഓഫ് റൈറ്റ് കാരണമായിട്ട് മൊണാർക്കിൻ്റെ പവർ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അസേർട്ടഡ് ദ സുപ്രീമസി ഓഫ് പാർലമെൻറ്റ്. ബാലൻസ് ഓഫ് പവറിൻ്റെ ഷിഫ്റ്റിംഗ് എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നുള്ളത് ഫണ്ടമെൻ്റലി ചേഞ്ച് ദ ബാലൻസ് ഓഫ് പവർ ഇൻ ഇംഗ്ലണ്ട്, മൂവിങ് ഫ്രം എ സിസ്റ്റം ഓഫ് അബ്സല്യൂട്ട് മൊണാർക്കി ടു വൺ വേർ ദ മൊണാർക്സ് പവർ വാസ് കൺസ്ട്രെയിൻഡ് ബൈ പാർലമെൻറ്റ്. ഇനി സിഗ്നിഫിക്കൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കീൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമുക്ക് എടുത്തു നോക്കാം. Glorious Revolution solidified the principle of a constitutional monarchy where the monarch's power is limited by a constitution and parliament. ഈ ഒരു മൊണാർക്കിൻ്റെ പവർ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനും പാർലമെൻറ്റും ലിമിറ്റ് ചെയ്യുന്നുണ്ട്. In strengthening of parliamentary power, revolution significantly enhanced the role and authority of parliament in governing England. അതുപോലെ തന്നെ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലോറിയസ് റിവല്യൂഷൻ സെർവ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം സെർവ് ചെയ്യുന്നുണ്ട് ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ എൽസ്വേർ. അതുപോലെ തന്നെ അമേരിക്കൻ റിവല്യൂഷൻ്റെ ഇൻഫ്ലുവൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ്റെ പ്രിൻസിപ്പൾസും ഐഡിയാസും പെർട്ടിക്കുലർലി ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റഡ് ഗവൺമെൻറ് ആൻഡ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ദ അമേരിക്കൻ റെവല്യൂഷൻ. ഏജ് ഓഫ് ഡ്രൈഡൻ ആൻഡ് പോപ്പ് റെഫർ ചെയ്യുന്നുണ്ട് എ പീരിയഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലേറ്റ് 17th ആൻഡ് ഏർലി 18th സെഞ്ച്വറിയിലാണ് ഈ ഒരു ഏജ് എന്നുള്ളത് പരന്ന് കിടക്കുന്നുള്ളത്. ക്യാരക്ടറൈസ്ഡ് ബൈ നിയോ ക്ലാസിക്കൽ ഐഡിയാസ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് കീ ഫിഗേഴ്സ് ലൈക്ക് ജോൺ ഡ്രൈഡൻ ആൻഡ് അലക്സാണ്ടർ പോപ്പ്. ഈ ഒരു ഇറ എന്നുള്ളത് ഫോക്കസ് ഓൺ ക്ലാസിക്കൽ മോഡൽസ്, റീസൺ ആൻഡ് ഫോമൽ സ്ട്രക്ചേഴ്സ് ഇൻ ലിറ്ററേച്ചർ, പെർട്ടിക്കുലർലി പോയട്രി ആൻഡ് ഡ്രാമ. ഡ്രൈഡൻ എന്നുള്ളത് വിത്ത് ഹിസ് പൊളിറ്റിക്കൽ പോയട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ദ ഹീറോയിക് കപ്ലറ്റ്, വൈൽ പോപ്പ് എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ബൈ ഡ്രൈഡൻ ബിക്കം എ പ്രോമിനൻറ്റ് സറ്റയറിസ്റ്റ്. ഇനി ഏജ് ഓഫ് ഡ്രൈഡൻ ആൻഡ് പോപ്പിൻ്റെ കീ ഫ്യൂച്ചേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ നിയോ ക്ലാസിസം, സ്ട്രോങ് എംബസൈസ് ഓൺ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഫിലോസഫി ആൻഡ് ആർട്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്, ഓർഡർ ആൻഡ് റീസൺ.
സ്ട്രോങ്ലി എംബസൈസ് ചെയ്യുന്നുള്ളത് ഈ ഒരു ഏജ് എംബസൈസ് ചെയ്യുന്നുള്ളത് ക്ലാസിക്കൽ ലിറ്ററേച്ചറും അതുപോലെ തന്നെ ആർട്ട് ഫിലോസഫിയൊക്കെയാണ്. ഇനി ഫോർമൽ വേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ യൂസ് ഓഫ് ഹീറോയിക് കപ്ലെറ്റ്സ് എന്നുള്ളത് എ പെയർ ഓഫ് റൈമിംഗ് ലൈൻസ് ഇൻ ആംബിക് പെൻഡാമീറ്റർ ബിക്കം എ സ്റ്റാൻഡേർഡ് പോയറ്റിക് ഫോം എക്സംപ്ലിഫൈഡ് ബൈ ഡ്രൈഡൻ ആൻഡ് പോപ്പ്. പൊളിറ്റിക്കൽ പോയട്രി ഡ്രൈഡൻസ് വർക്ക് എന്നുള്ളത് പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ പൊളിറ്റിക്കൽ ക്ലൈമാറ്റ് ഓഫ് ദ റിസ്റ്റോറേഷൻ പീരിയഡ്. സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ദ മൊണാർക്കി ആൻഡ് നാഷണൽ യൂണിറ്റി. ഡ്രൈഡൻ ആൻഡ് പോപ്പ് എന്നുള്ളത് അവരറിയപ്പെടുന്നുള്ളത് അവരുടെ സറ്റാരിക്കൽ വർക്ക്സിലൂടെയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഐറൺ യൂസ് ചെയ്യുന്നുണ്ട് ടു ക്രിട്ടിക് സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഫ്ലോസ്. സൊസൈറ്റീനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമറും ഐറണയൊക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സറ്റാരിക്കൽ വർക്ക്സിലൂടെയാണ് അവരറിയപ്പെടുന്നുള്ളത്. ഇനി ഇൻഫ്ലുവൻസ് ഓഫ് ക്ലാസിക്കൽ ആൻഡ് ഫ്രഞ്ച് മോഡൽസ്. ഈ ഒരു പീരീഡ് എന്നുള്ളത് ഇൻസ്പിറേഷൻ ഫ്രം ക്ലാസിക്കൽ ലിറ്ററേച്ചർ പെർട്ടിക്കുലർലി റോമൻ പോയറ്റ്സ് ലൈക്ക് വേർജിൽ ആൻഡ് ഹൊറൈസ് ആൻഡ് ഫ്രഞ്ച് ലിറ്റററി ട്രെൻഡ്സ്. ഇനി എസ്സേൻ്റെ റൈസുള്ളൊരു പീരീഡും കൂടിയായിരുന്നു ഈ ഒരു പീരീഡ് എന്നുള്ളത്. ദ essay ഫോം ഡെവലപ്ഡ് ബൈ ഫിഗേഴ്സ് ലൈക്ക് ഡ്രൈഡൻ ഗെയിൻഡ് പ്രോമിനൻസ്, ഓഫർ ചെയ്യുന്നത് എ പ്ലാറ്റ്ഫോം ഫോർ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ഇൻ്റലക്ച്വൽ ഡിസ്കഷൻ. ഇനി ഈ ഒരു ടൈമിലെ നോട്ടബിൾ ഫിഗേഴ്സും ഓൾറെഡി പറഞ്ഞു, ജോൺ ഡ്രൈഡൻ ആൻഡ് അലക്സാണ്ടർ പോപ്പ്. എ മേജർ ഫിഗർ ഇൻ റിസ്റ്റോറേഷൻ ലിറ്ററേച്ചർ ഇസ് ജോൺ ഡ്രൈഡൻ. Dryden was a poet, playwright, critic and translator known for his political poetry. അദ്ദേഹം അറിയപ്പെടുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള പോയട്രിയിലൂടെയാണ്, അതുപോലെ തന്നെ ഹീറോയിക് പ്ലേസിലൂടെയാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹീറോയിക് കപ്ലെറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. ഏതിലൊക്കെ കൂടിയിട്ടാണ്? പൊളിറ്റിക്കൽ പോയട്രിയിലൂടെ, ഹീറോയിക് പ്ലേസിലൂടെ, അതുപോലെ തന്നെ ഹീറോയിക് കപ്ലെറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലൂടെ. അലക്സാണ്ടർ പോപ്പ് എന്നുള്ളത് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള പോയറ്റും സറ്റയറിസ്റ്റും കൂടിയാണ്. അദ്ദേഹം ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡ്രൈഡൻ ആൻഡ് ഈസ് നോൺ ഫോർ ഹിസ് സറ്ററിക്കൽ വേഴ്സ്. ഈ ഒരു അലക്സാണ്ടർ പോപ്പ് അറിയപ്പെടുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സറ്ററിക്കൽ വേഴ്സിലൂടെയും എസ്സേസിലൂടെയും അതുപോലെ തന്നെ ഇല്യാഡ് ആൻഡ് ഓവിഡ്സ് മെറ്റമോർഫോസസ് എന്ന ട്രാൻസ്ലേഷനിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. ഏതിലൊക്കെ കൂടിയിട്ടാണ്? ഈ ഒരു ട്രാൻസ്ലേഷനിലൂടെയും അതുപോലെ തന്നെ എസ്സേയിലൂടെയും സറ്റാരിക്കൽ വേഴ്സിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. ഏജ് ഓഫ് ഡ്രൈഡൻ ആൻഡ് പോപ്പ് എന്നുള്ളത് ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ തന്നെ സിഗ്നിഫിക്കൻറ്റ് ലിറ്റററി ഡെവലപ്മെൻറ്റ് പീരിയഡ് ആയിട്ടാണ് കാണുന്നുള്ളത്. അപ്പോൾ ഈ ഒരു പീരീഡ് എന്നുള്ളത് എന്താണ്? ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് ലിറ്റററി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു പീരിയഡാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.